എല്ലാവർക്കും അസ്ത്രയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനുവരി 2025 കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു 6 പാർട്ടുകളായിട്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 1ലേക്ക് കടക്കാം. പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ ഒരുക്കി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇടം. ഇടത്തിന്റെ ഫുൾ ഫോം എന്താണ്? ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെന്റ്. ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെന്റ്. അപ്പോൾ പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ഇടം. ആ പിക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സംസ്ഥാന പനയുൽപ്പന്ന വികസന കോർപ്പറേഷനും അതായത് കെൽപ്പാമും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയാണ് ഇത് ഇടം. അപ്പോൾ ഇടം എന്ന് പറയുന്നത് എന്താണ്? പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ഇടം. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. കെൽപ്പാമും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ചേർന്നാണിത് നടപ്പിലാക്കുന്നത്. 2024 ഖേൽ രത്ന പുരസ്കാരം 2025 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് ആ 4 പേര്? മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ആരൊക്കെയാണ്? മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഷൂട്ടിങ്ങിൽ 2 ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയതാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങിലെ 2 ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയതാണ് മനു ഭാക്കർ. ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ്. പാരാലിമ്പിക് താരമാണ് പ്രവീൺ കുമാർ. അപ്പോൾ ഖേൽ രത്ന പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരി. വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ബന്ധിപ്പിക്കുന്ന പാലം. അപ്പോൾ എന്താണ് കന്യാകുമാരിയിലുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി. ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് കന്യാകുമാരിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം. ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ഓപ്പൺ ബ്ലിറ്റ്സ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ആരൊക്കെയാണ്? മാഗ്നസ് കാൾസൺ, ഇയാൻ നെപ്പോംനിയാച്ചി. അപ്പോൾ ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2024 ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് മാഗ്നസ് കാൾസണും ഇയാൻ നെപ്പോംനിയാച്ചിയും. 2025 ജനുവരിയിൽ വിടവാങ്ങിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. നമുക്കറിയാം ആരാണ് KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയിട്ടുള്ളത് ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹമാണ് 2025 ജനുവരിയിൽ വിടവാങ്ങിയത്. സസ്യശാസ്ത്രജ്ഞനാണ്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. KS മണിലാൽ. വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. തിരഞ്ഞെടുക്കപ്പെട്ട സർവീസുകളിൽ മാത്രമാണ് സൗജന്യ വൈഫൈ നൽകി വരുന്നത്. അപ്പോൾ വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ 2025 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ 2024 ആരാണ്? PK വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കിയത്? വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ലഭിച്ചത് PK വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. UN അന്താരാഷ്ട്ര സഹകരണ വർഷം എന്നാണ് 2025. UN അന്താരാഷ്ട്ര സഹകരണ വർഷം 2025. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത് 2024 ജൂലൈ 30. 2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത്. ഏറ്റവും വേഗത്തിൽ 200 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ജസ്പ്രീത് ബുംറ. 44 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ നേട്ടം കൈവരിച്ചത്. ഏറ്റവും വേഗത്തിൽ 200 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് ആർക്കാണ്? ജസ്പ്രീത് ബുംറ. ശാരീരിക വൈകല്യമുള്ളവരുടെ 2025 ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് ശ്രീലങ്കയിലെ കൊളംബോയാണ്. അപ്പോൾ കൊളംബോയിലാണ് ശാരീരിക വൈകല്യമുള്ള 2025 ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത്. 2025 നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏതാണ്? തിരുവനന്തപുരം. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏതാണ്? തിരുവനന്തപുരം.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രധാന വേദിയുടെ പേര് എന്താണ്? എം ടി നിള. അപ്പോൾ ഭാരതപ്പുഴ എന്നായിരുന്നു അതിൻ്റെ മുമ്പത്തെ പേര്, അത് മാറ്റി എം ടി നിള എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രധാന വേദിയുടെ പേര് ഏതാണ്? എം ടി നിള. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കിയത്? UN അന്താരാഷ്ട്ര സഹകരണ വർഷം 2025. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത് 2024 ജൂലൈ 30. ഏറ്റവും വേഗത്തിൽ 200 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറ. ശാരീരിക വൈകല്യമുള്ള 2025 ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് കൊളംബോ, ശ്രീലങ്ക. 2025 നടക്കുന്ന 63ാമത് സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രധാന വേദിയുടെ പേരെന്താണ്? എം ടി നിള. സന്തോഷ് ട്രോഫി 2024 വിജയികളായത് ആരാണ്? ബംഗാൾ. സന്തോഷ് ട്രോഫി 2024 വിജയികൾ ബംഗാൾ. റണ്ണറപ്പേഴ്സ് ആരാണ്? കേരളം. വേദി എവിടെയായിരുന്നു? ഹൈദരാബാദ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കൂടിയ മണ്ഡലം ദുബ്രി. അസാമിലെ ദുബ്രിയിലാണ് പോളിംഗ് ഏറ്റവും കൂടിയത്. കുറവ് എവിടെയായിരുന്നു? ശ്രീനഗർ, ജമ്മു കാശ്മീർ. അപ്പോൾ ഹൈദരാബാദിൽ വെച്ച് നടന്ന സന്തോഷ് ട്രോഫി 2024 വിജയികൾ ആരാണ്? ബംഗാളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ഏറ്റവും കൂടിയിട്ടുള്ള മണ്ഡലം ഏതാണ്? ദുബ്രി. കുറവ് എവിടെയായിരുന്നു? ശ്രീനഗർ, ജമ്മു കാശ്മീർ. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൻ വികസിപ്പിച്ചത് ആരാണ്? IIT ഗുവാഹത്തിയാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോജൻ? അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കുന്ന ഹൈഡ്രോജൻ, അത് വികസിപ്പിച്ചത് ആരാണ്? IIT ഗുവാഹത്തി. അടുത്തിടെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാരാണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ബംഗബന്ധു എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 2025 പുതുവത്സരമെത്തിയ ആദ്യ ദ്വീപ് രാഷ്ട്രം. 2025 പുതുവത്സരമെത്തിയ ആദ്യ ദ്വീപ് രാഷ്ട്രം ഏതാണ്? കിരിബാത്തി. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കുന്ന ഹൈഡ്രോജൻ വികസിപ്പിച്ചതാരാണ്? IIT ഗുവാഹത്തി. അടുത്തിടെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാരാണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. 2025 പുതുവത്സരമെത്തിയ ആദ്യ ദ്വീപ് രാഷ്ട്രം ഏതാണ്? കിരിബാത്തി. 2024 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. 2024 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. ദ്രോണാചാര്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ബാഡ്മിന്റൺ കോച്ചായിട്ടുള്ള S മുരളീധരൻ. അപ്പോൾ അർജുന അവാർഡ് 32 പേർക്കാണ് കിട്ടിയത് 2024. അതിൽ നീന്തൽ താരം ആയിട്ടുള്ള മലയാളിയാണ് ആര്? സാജൻ പ്രകാശ്. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ബാഡ്മിന്റൺ കോച്ചായിട്ടുള്ള S മുരളീധരന്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി ഏതാണ്? ഭുവനേശ്വർ, ഒഡീഷ. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. അപ്പോൾ 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ദിവസ് വേദി എവിടെയായിരുന്നു? ഭുവനേശ്വർ, ഒഡീഷയായിരുന്നു. 2003 ഇത് ആദ്യമായിട്ട് ആഘോഷിച്ചത്. 17ാമത് വേദി എവിടെയായിരുന്നു? മധ്യപ്രദേശ്, ഇൻഡോർ. 17ാമത് വേദി ഇൻഡോർ, മധ്യപ്രദേശ്. 18ാമത് വേദി ഭുവനേശ്വർ. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിന് ഒരുങ്ങുന്ന കവിതാ സമാഹാരമാണ് മനോരഥം. മനോരഥം എന്ന് പറയുന്നത് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിന് വെച്ചിരിക്കുന്ന ഒരു കവിതാ സമാഹാരമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ. മധ്യ ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്, റായ്പൂർ. അപ്പോൾ ഛത്തീസ്ഗഡ് റായ്പൂരിലാണ് മധ്യ ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് നിലവിൽ വരുന്നത്. 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി ബീഹാർ. വനിതാ കബഡി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ബീഹാർ. അപ്പോൾ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിനൊരുങ്ങുന്ന കവിതാ സമാഹാരമാണ് മനോരഥം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ. മധ്യ ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് റായ്പൂർ, ഛത്തീസ്ഗഡ്. 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ബീഹാർ.
2025 ജനുവരിയിൽ അന്തരിച്ച പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകാരനുമായ വ്യക്തിയാണ് എസ് ജയചന്ദ്രൻ നായർ. എസ് ജയചന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ പ്രദക്ഷിണ വഴികൾ. 2013 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച പത്രാധിപരും ഗ്രന്ഥകാരനുമായിട്ടുള്ള വ്യക്തിയാണ് എസ് ജയചന്ദ്രൻ നായർ. 2025 അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഉണ്ട്, അദ്ദേഹമാണ് ജോർജ് കുമ്പനാട്. ഉപ്പായി മാപ്പിള എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സൃഷ്ടിയാണ്. അപ്പോൾ ജയചന്ദ്രൻ ആരായിരുന്നു? പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ പ്രദക്ഷിണ വഴികൾ. പിന്നീട് അന്തരിച്ചത് ആരാണ്? 2025 തന്നെ അന്തരിച്ചതാണ് കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സൃഷ്ടിയാണ് ഉപ്പായി മാപ്പിള. ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബാംഗ്ലൂരുവിലാണ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരിലാണ്. ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു വൈറസാണ്. 2001 ഇത് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ചുമ, പനി, മൂക്കടപ്പ്, ശ്വാസതടസ്സം, അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായിലൂടെയാണ് ഈ വൈറസ് വ്യാപിക്കുന്നത്. ഇതിന് വാക്സിൻ ഇല്ല. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് HMPV കേസ് റിപ്പോർട്ട് ചെയ്തത്. HMPV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചതാർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റി. അപ്പോൾ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചതാർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞനാണ് ആർ ചിദംബരം. രാജഗോപാല ചിദംബരം. അടുത്തിടെ കൗമാരക്കാരെ വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യമാണ് ഗ്രീസ്. അപ്പോൾ ഗ്രീസ് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്, കൗമാരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ്, കൗമാരക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിനാണ് ആരംഭിച്ചത് ഗ്രീസ്. അപ്പോൾ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചതാർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റി. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞനാണ് രാജഗോപാല ചിദംബരം. കൗമാരക്കാരെ വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യമാണ് ഗ്രീസ്. 2025 ജനുവരിയിൽ US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. അപ്പോൾ US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ത്? പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. അത് ലഭിച്ചിട്ടുള്ള ഫുട്ബോൾ താരമാണ് ആര്? ലയണൽ മെസ്സി. 2025 കൊക്കോ ലോകകപ്പ് വേദിയാണ് ന്യൂഡൽഹി. 2025 കൊക്കോ ലോകകപ്പ് വേദിയാണ് ന്യൂഡൽഹി. 2025 JC ഡാനിയൽ ഫൗണ്ടേഷൻ്റെ 15ാമത് ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച നടൻ ആരാണ്? ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ചിത്രം 2018 എവ്രിവൺ ഈസ് എ ഹീറോ. മികച്ച സംവിധായകൻ പാച്ചുവും അത്ഭുത വിളക്കിൻ്റെ സംവിധായകനായിട്ടുള്ള അഖിൽ സത്യൻ. അപ്പോൾ 2025 JC ഡാനിയൽ ഫൗണ്ടേഷൻ്റെ അവാർഡ് പ്രഖ്യാപിച്ചത് ആർക്കൊക്കെയാണ്? മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ചിത്രം 2018, മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. അപ്പോൾ വിദ്യാമിത്രം എന്ന് പറയുന്നത് BSNLൻ്റെ പദ്ധതിയാണ്. നിർധന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികൾക്കുള്ള ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക. അപ്പോൾ 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഛർദ്ദിക്കും വയറിളക്കത്തിനും കാരണമാകുന്ന ഒരുതരം പകർച്ചവ്യാധിയാണ് ഈ നോറോ വൈറസ്. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് IIT ബോംബെ. അപ്പോൾ മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് IIT ബോംബെ. അപ്പോൾ പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക. മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് IIT ബോംബെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാട്ടുമായിട്ട് കാണാം. താങ്ക്